ഹായ് എല്ലാ കൂട്ടുകാർക്കും സനു വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ തംബ്നെയിൽ കണ്ട പോലെ തന്നെ നമ്മളുടെ ഈ വിറ്റാര മാരുതി ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ സെഗ്മെന്റിലെ മറ്റു വാഹനങ്ങളായിട്ടുള്ള വിൻസർ ഇ വി, ക്രെറ്റ ഇ വി, കർവ് ഇ വി, ഈ മൂന്ന് വാഹനങ്ങളുമായിട്ടാണ് സ്ട്രൈറ്റ് അവേ നമ്മളുടെ ഈ വിറ്റാര കോമ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ വാഹനങ്ങളുമായിട്ടുള്ള ഒരു കമ്പാരിസൺ വീഡിയോ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മളുടെ കമ്പാരിസണിൽ റേഞ്ച് കമ്പാരിസൺ, ബാറ്ററി, ഓൺ റോഡ് പ്രൈസ്, പിന്നെ ഈ വാഹനങ്ങളുടെ എല്ലാം പോസിറ്റീവ്സും നെഗറ്റീവ്സും നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ ഈ സെഗ്മെന്റിലെ വാഹനങ്ങളിൽ ഏതാണ് കൺസിഡർ ചെയ്യേണ്ടത്, ഏതാണ് വാല്യൂ ഫോർ മണി, ഡീറ്റെയിൽഡ് ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ വാഹനങ്ങളുടെ റേഞ്ച് ആൻഡ് ബാറ്ററി പാക്കാണ്. നമുക്ക് ഈ വിറ്റാറയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഈ വിറ്റാറയിൽ നമുക്ക് രണ്ട് ബാറ്ററി പാക്കിലാണ് വരുന്നത്. ഒന്ന് ഒരു 49 കിലോ വാട്ടിന്റെ ബാറ്ററി പാക്കും, മറ്റൊന്ന് 61 കിലോ വാട്ടിന്റെ ബാറ്ററി പാക്കും. ഈ 41 കിലോ വാട്ട് ശരിക്കും ബേസ് ഡെൽറ്റ വേരിയന്റിൽ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. അതിന് ARI സർട്ടിഫൈ ചെയ്യുന്ന റേഞ്ച് 440 കിലോമീറ്റർ ആണ്. പക്ഷേ റിയൽ ലൈഫിൽ ഒരു 330-നും 360-നും ഇടയ്ക്കൊക്കെ നമുക്ക് എന്താണെങ്കിലും എക്സ്പെക്ട് ചെയ്യാം. പിന്നെ 61 കിലോ വാട്ട് ബാറ്ററി പാക്ക് വരുന്നത് ടോപ്പ് എൻഡ് രണ്ട് വേരിയന്റിലാണ്, സീറ്റാൻ ആൽഫ. അതിന് ARI സർട്ടിഫൈഡ് ചെയ്യുന്ന 543 ഒരു 450-നും 460, അല്ലെങ്കിൽ ഓക്കെ ഒരു 430-നും 460-നും ഇടയ്ക്ക് നമുക്ക് അതും എക്സ്പെക്ട് ചെയ്യാം. ഇത് റിയൽ ലൈഫിലെ റേഞ്ച് ആണ് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത വാഹനമായ വിൻസർ ഇ വിയിലേക്ക് പോകാം. വിൻസർ ഇ വിയിൽ നമുക്ക് 38 കിലോ വാട്ടിന്റെ ബാറ്ററി പാക്കും വരുന്നുണ്ട്, 52 കിലോ വാട്ടിന്റെ ബാറ്ററി പാക്കും വരുന്നുണ്ട്. അപ്പോൾ ഈ വിറ്റാറിനേക്കാളും കുറവ് ബാറ്ററി പാക്കാണ് വിൻസർ ഇ വി കൊടുക്കുന്നത്. അതിൽ 38 കിലോ വാട്ടിന്റെ ബാറ്ററി പാക്കിൽ 332 ARI സർട്ടിഫൈഡ് റേഞ്ച്. ഒരു 250-നും 280-നും ഇടയ്ക്കൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്താൽ മതി. ഇനി പ്രോ വേരിയന്റ് എന്ന് പറഞ്ഞാണ് 52 കിലോ വാട്ട് ബാറ്ററി പാക്ക് കൊടുത്തിരിക്കുന്നത്. അതിന് 449 ARI റേഞ്ച്. നമുക്കൊരു 330-നും 350-നും ഇടയ്ക്കൊക്കെ എക്സ്പെക്ട് ചെയ്യാം. അടുത്ത വാഹനം ക്രെറ്റയാണ്. ക്രെറ്റ ഇ വിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് 42 കിലോ വാട്ട് ബാറ്ററി പാക്കും വരുന്നുണ്ട്, 51.4 കിലോ വാട്ട് ബാറ്ററി പാക്കും വരുന്നുണ്ട്. ഈ 42 കിലോ വാട്ട് ബാറ്ററി പാക്കിന് ARI സർട്ടിഫൈ ചെയ്ത റേഞ്ച് 390 ആണ്. റിയൽ ലൈഫിൽ ഒരു 280-നും 300-നും ഇടയ്ക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്താൽ മതി. പിന്നെ 51.4 കിലോ വാട്ട് ബാറ്ററി പാക്കിന് ഇപ്പോൾ കമ്പനി എന്താ പറയുക, കുറെ അപ്ഡേറ്റ് ഒക്കെ വരുത്തിയിട്ട് 510 കിലോമീറ്റർ റേഞ്ച് എന്ന് പറയുന്നുണ്ട്. പക്ഷേ റിയൽ ലൈഫിൽ നമ്മൾ ആ വാഹനം ടെസ്റ്റ് ഡ്രൈവ് ചെയ്താണ് ഒരു 380-നും 400-നും ഇടയ്ക്കൊക്കെ മാത്രം അത് എക്സ്പെക്ട് ചെയ്താൽ മതി. ഇനി നാലാമത്തെ വാഹനമായിട്ട് ഈ സെഗ്മെന്റിൽ വരുന്നത് നമ്മുടെ കർവ് ഇ വി ആണ്. കർവ് ഇ വിയിൽ ശരിക്കും 45 കിലോ വാട്ടും 55 കിലോ വാട്ടും ബാറ്ററി പാക്കാണ്. 45 കിലോ വാട്ട് ARI സർട്ടിഫൈഡ് 430 ആണ്. ഒരു 300-നും 320-നും ഇടയ്ക്കൊക്കെ എക്സ്പെക്ട് ചെയ്താൽ മതി. 55 കിലോ വാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ARI സർട്ടിഫൈഡ് 502 ആണ്. 380-നും 410-നും ഇടയ്ക്കൊക്കെ നമുക്ക് ആവറേജ് എക്സ്പെക്ട് ചെയ്താൽ മതി. ഈ പറയുന്നതെല്ലാം നമ്മൾക്ക് ഓൺലൈനിൽ നിന്ന് കിട്ടിയ റിയൽ ലൈഫ് റേഞ്ചുകളാണ്. കർവ് ഇ വി, വിൻസർ ഇ വിയും, ക്രെറ്റ ഇ വിയും ഈ വാഹനവും ഞാൻ ഡ്രൈവ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ക്രെറ്റ ഇ വിയുടെ മൈലേജ് ടെസ്റ്റും അല്ലെങ്കിൽ റേഞ്ച് ടെസ്റ്റും നമ്മൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് റിയൽ ലൈഫിൽ കിട്ടിയതാണ് നിയർ ബൈ 400, 390-400 ഒക്കെയാണ് റേഞ്ച് ലഭിച്ചത്. അപ്പോൾ ഈ 4 വാഹനങ്ങളിലെയും റേഞ്ച് നോക്കുകയാണെങ്കിൽ, റിയൽ ലൈഫ് റേഞ്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ റേഞ്ച് നൽകുന്ന ഒരു വാഹനം നമ്മളുടെ ഈ വിറ്റാരയാണ്. ഈ വിറ്റാരയുടെ 49 കിലോ വാട്ട് ബാറ്ററി പാക്കിൽ മാത്രം നമ്മൾക്ക് 350 കിലോമീറ്റർ റിയൽ ലൈഫിൽ ഓടാൻ പറ്റും. അതായത് വിൻസർ ഇ വിയുടെ ടോപ്പ് എൻഡിന് കിട്ടുന്ന റേഞ്ച്, അല്ലെങ്കിൽ കർവ് ഇ വിയുടെയും ക്രെറ്റ ഇ വിയുടെയും ഒക്കെ നിയർ ബൈ റേഞ്ച് നമുക്ക് ഇതിന്റെ ബേസ് വേരിയന്റിൽ ലഭിക്കും. അപ്പോൾ കൂടുതൽ റേഞ്ച് കിട്ടുന്ന വാഹനം നമ്മളുടെ ഈ വിറ്റാരയാണ്. അപ്പോൾ ഇനി ഈ വാഹനങ്ങളുടെ പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ് നോക്കാം. നമുക്ക് ആദ്യം ഈ വിറ്റാരയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഈ വിറ്റാരയുടെ ഒന്നാമത്തെ പോസിറ്റീവ് എന്ന് പറയുന്നത് ഇതിന്റെ റേഞ്ച് തന്നെയാണ്. സെഗ്മെന്റിലെ ഏറ്റവും കൂടുതൽ റേഞ്ച് നൽകുന്ന ഒരു വാഹനവും നമ്മളുടെ ഈ വിറ്റാരയാണ്. രണ്ടാമത്തെ പോസിറ്റീവായിട്ട് നമുക്ക് പറയാവുന്നുള്ളത് ഒരു സേഫസ്റ്റ് ആൻഡ് ടെക്കി കാർ എന്ന് വേണമെങ്കിൽ പറയാം. മാരുതിയിൽ ഇതുവരെ ഇറങ്ങിയതിൽ ഏറ്റവും കൂടുതൽ ഫീച്ചേഴ്സ് തരുന്നതും ഏറ്റവും ബെറ്റർ സേഫ്റ്റി തരുന്ന ഒരു വാഹനവും നമ്മളുടെ ഈ വിറ്റാരയാണ്. മൂന്നാമത്തെ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും ഇ വിക്ക് വേണ്ടി മാത്രം മാരുതി കൊണ്ടുവന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അതുകൊണ്ട് ഇതിനകത്ത് യാത്രാ കംഫർട്ട് ആണെങ്കിലും ഡ്രൈവിംഗ് കംഫർട്ട് ആണെങ്കിലും എല്ലാം ഈ സെഗ്മെന്റിലെ മറ്റു വാഹനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഫാർ ബെറ്റർ ആയിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യും. ഇപ്പൊ അടുത്തൊരു പോസിറ്റീവ് എന്ന് പറയുന്നത് ന്യൂ ആൻഡ് മോഡേൺ ഡിസൈൻ ആണ്. മാരുതിയിൽ നിന്ന് ഇതുവരെ വന്നിരിക്കുന്നതിൽ ഏറ്റവും ഒരു ഫീച്ചറിസ്റ്റിക് ഡിസൈൻ നമുക്ക് ഈ വാഹനത്തിന് പറയാം. അതുപോലെ തന്നെ ഈ സെഗ്മെന്റിലെ വാഹനങ്ങളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും പുതിയൊരു വാഹനവും നമ്മളുടെ ഈ വിറ്റാരയാണ്. അടുത്തൊരു പോസിറ്റീവായിട്ട് പറയാവുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഇത് മാരുതിയുടെ വാഹനമാണ്. ഇപ്പൊ ഈവൻ നമ്മുടെ ബൈജു ചേട്ടൻ വരെ പറഞ്ഞ ഒരു വീഡിയോയിൽ കേട്ടിട്ടുണ്ട്, ഇന്ത്യ ഇ വി ആവണമെങ്കിൽ, ഇന്ത്യയിൽ ഇ വി വാഹനങ്ങൾ പോപ്പുലർ ആവണമെങ്കിൽ മാരുതി ഒരു ഇ വി കൊണ്ടുവരണം. അതാണ് നിങ്ങൾ ഈ കാണുന്ന വാഹനം. അത് ഇതിന്റെ ഒരു വൺ ഓഫ് ദ ബിഗസ്റ്റ് പോസിറ്റീവാണ്. ഇനി ഈ വിറ്റാരയിലേക്ക് നെഗറ്റീവ്സ് ഇല്ലെന്നല്ല, നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന 1-2 നെഗറ്റീവ്സ് പറയുകയാണെങ്കിൽ, സെഗ്മെന്റിലെ സ്മോളസ്റ്റ് ബൂട്ട് നമുക്ക് കിട്ടുന്നത് ഈ വിറ്റാരയിലാണ്. മറ്റ് കോമ്പറ്റേറ്റേഴ്സിനെല്ലാം ഇതിൽ കൂടുതൽ ബൂട്ട് സ്പേസ് അവൈലബിൾ ആണ്. പിന്നെ നമ്മളിപ്പോൾ വാഹനം ഓടിക്കുന്ന സമയത്ത്, ഇപ്പം ഞാൻ ടെസ്റ്റ് ഡ്രൈവ് എടുത്ത സമയത്താണെങ്കിലും കമ്പാരിറ്റീവ്ലി ചെറിയൊരു നോയ്സ് നമുക്ക് ഈ വാഹനത്തിനകത്തേക്ക് ഫീല്
ചെയ്യുന്നുണ്ട്. ഈ രണ്ട് നെഗറ്റീവാണ് എനിക്ക് ഈ വാഹനത്തിൽ ശരിക്കും എടുത്ത് പറയാനായിട്ടുള്ളൊരു നെഗറ്റീവ് എന്നുള്ള രീതിയിൽ പറയാനുള്ളത്. ഇനി അടുത്ത വാഹനം നമ്മുടെ വിൻസർ EV ആണ്. വിൻസർ EVയിലേക്ക് വന്നു കഴിഞ്ഞാൽ വിൻസർ EVയുടെ പോസിറ്റീവ്സ് പറയുകയാണെങ്കിൽ സെഗ്മെന്റിൽ ഏറ്റവും കൂടുതൽ ഇന്റീരിയർ സ്പേസ് ഉള്ളത് ഒരു വാഹനമാണ് ശരിക്കും നമ്മളുടെ വിൻസർ EV. അതുപോലെ തന്നെ രണ്ടാമത്തെ പോസിറ്റീവ് എന്ന് പറയുന്നത് അതിനകത്ത് കൊടുത്തിരിക്കുന്ന ഫീച്ചേഴ്സാണ്. ഒരു 15 ഇഞ്ചിൻ്റെ സ്ക്രീൻ ഉൾപ്പെടെ എല്ലാ ഫീച്ചേഴ്സും ആ ഒരു സെൻട്രലൈസ്ഡ് സ്ക്രീനിൽ കൺട്രോൾ ചെയ്യുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ അതിനകത്തൊരു വെന്റിലേറ്റഡ് സീറ്റ്സ് വരുന്നുണ്ട്, ഏറ്റവും ബിഗ്ഗസ്റ്റ് ആൻഡ് വൈഡസ്റ്റ് ഉള്ള ബാക്ക് സീറ്റ് വരുന്നുണ്ട്, ഒരു പനോറമിക് റൂഫ് വരുന്നുണ്ട്. അങ്ങനെ സെഗ്മെന്റിൽ ഒരു ഫീച്ചറിസ്റ്റിക് കാർ എന്ന് വേണമെങ്കിൽ നമുക്ക് വിൻസർ EVനെ വിളിക്കാം. പിന്നെ സെഗ്മെന്റിൽ ഏറ്റവും വലിപ്പമുള്ള ബൂട്ട് തരുന്ന ഒരു വാഹനവും നമ്മളുടെ വിൻസർ EVയാണ്. അതും വിൻസർ EVയുടെ ഒരു പോസിറ്റീവാണ്. കാരണം 604 ലിറ്ററാണ് വിൻസർ EVയുടെ ബൂട്ട് കപ്പാസിറ്റി വരുന്നത്. ഇനി വിൻസർ EVയുടെ നെഗറ്റീവ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ സെഗ്മെന്റിൽ ഏറ്റവും കൂടുതൽ റേഞ്ച് കുറവ് ലഭിക്കുന്ന ഒരു വാഹനമാണ് വിൻസർ EV. ഈ വിൻസർ EVയുടെ പ്രോ പാക്ക് എടുത്താൽ കൂടിയും നമുക്ക് റിയൽ ലൈഫിൽ ഒരു 350 കിലോമീറ്റർ 350-360 കിലോമീറ്റർ ഒക്കെ ഓടാനായിട്ട് പറ്റുള്ളൂ. അത് വിൻസർ EVയുടെ ഒരു നെഗറ്റീവായിട്ട് നമുക്ക് പറയാം. പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ഓൺലൈനിൽ കണ്ടതാണ്, പല ചാർജിങ് സ്റ്റേഷനുകളിൽ നിന്നും വിൻസർ EV അല്ലെങ്കിൽ MGയുടെ വാഹനങ്ങൾ ചാർജ് ചെയ്യാൻ ബുദ്ധിമുട്ടുന്ന കാര്യം. അതൊരു കൺസേൺ ആയിട്ട് പലരും പറയുന്നുണ്ട്. ഒരു സ്പെസിഫിക് ചാർജിങ് സ്റ്റേഷനുകളിൽ മാത്രമാണ് വിൻസർ EV ചാർജ് ചെയ്യാനായിട്ട് പറ്റുമായിരുന്നുള്ളൂ. അതിപ്പോൾ ഫിക്സ് ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ NVH സെഗ്മെന്റിൽ ഏറ്റവും പുവർ NVH ഉള്ള ഒരു വാഹനവും വിൻസർ EVയാണ്. അത് നിങ്ങൾ വിൻസർ EVയുടെ ഏത് വീഡിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ താഴെ ആളുകൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ആളുകളുടെ എക്സ്പീരിയൻസിൽ അത് പറഞ്ഞിട്ടുണ്ടാവും. ഏറ്റവും കൂടുതൽ റോഡ് നോയ്സും എക്സ്റ്റീരിയർ നോയ്സും അകത്ത് കേൾക്കുന്ന ഒരു EV വാഹനവും നമ്മളുടെ വിൻസർ EVയാണ്. പിന്നെ MG ആണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിൽക്കുന്ന ഒരു വാഹനം ഇന്ത്യയിൽ. ഇലക്ട്രിക് വാഹനങ്ങൾ ടാറ്റ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ MG ആണ്. പക്ഷേ MG വാഹനങ്ങൾക്ക് ഫേസ് ചെയ്യുന്ന ആഫ്റ്റർ സെയിൽ സർവീസ് ഇഷ്യൂസ് പല ഓൺലൈൻ സൈറ്റുകളിലും നിങ്ങൾക്ക് പേഴ്സണലി അറിയാവുന്ന പലരോടും ചോദിച്ചു നോക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാവും. ആ ഒരു ഇഷ്യൂവും MGനെ നെഗറ്റീവായിട്ട് നമുക്ക് പറയാം. അപ്പോൾ MG വിൻസറിൻ്റെ പോസിറ്റീവ്സ് പറയുകയാണെങ്കിൽ നമുക്ക് സെഗ്മെന്റിലെ ബെസ്റ്റ് ഫീച്ചേഴ്സ്, പിന്നെ ഒരു അഡാസ് പോലെയുള്ള ഫീച്ചേഴ്സ് എല്ലാം അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. 360 ക്യാമറ, അങ്ങനെ എല്ലാ സംഭവങ്ങളും വരുന്നുണ്ട്. സെഗ്മെന്റിൽ ഏറ്റവും വലിയ ഇൻഫർടൈൻമെന്റ് സ്ക്രീന്, പനോറമിക് സൺറൂഫ് ഒക്കെയാണ് അതിന്റെ പോസിറ്റീവ്സ് ആയിട്ട് പറയാൻ പറ്റുക. നെഗറ്റീവ്സ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളാ പറഞ്ഞ നെഗറ്റീവ്സ് എല്ലാം റിയൽ ലൈഫിൽ ഫേസ് ചെയ്യുന്ന നെഗറ്റീവ്സ് ആണ്. മൂന്നാമത്തെ വാഹനം വരുന്നത് ക്രെറ്റ EV ആണ്. ക്രെറ്റ EVയിലേക്ക് വന്നു കഴിഞ്ഞാൽ ക്രെറ്റ EVയുടെ ഒന്നാമത്തെ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ സെഗ്മെന്റിലെ ഏറ്റവും പ്രീമിയം വാഹനം അല്ലെങ്കിൽ പ്രീമിയം ഫീച്ചേഴ്സ് തരുന്ന ഒരു വാഹനം ഇതിനകത്ത് ക്രെറ്റ EV ആണ്. ഇപ്പോൾ 360 ക്യാമറ, വെന്റിലേറ്റഡ് സീറ്റ്സ്, അഡാസ് ലെവൽ 2, ഏറ്റവും വലിയൊരു പനോറമിക് സൺറൂഫ്, അങ്ങനെ അത്യാവശ്യം വലിപ്പമുള്ള 2 ഡിജിറ്റൽ സ്ക്രീനുകൾ, അങ്ങനെ സെഗ്മെന്റിൽ ഏറ്റവും കൂടുതൽ ഫീച്ചേഴ്സ് തരുന്ന ഒരു വാഹനവും ഏറ്റവും പ്രീമിയം വാഹനവും നമ്മളുടെ ക്രെറ്റയാണ്. രണ്ടാമത്തെ പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാരുതിയിൽ പറഞ്ഞോളം തന്നെയാണ് ഈ വാഹനങ്ങളുടെ ഒരു ബ്രാൻഡ് വാല്യൂ, അതായത് ഹ്യൂണ്ടായി എന്ന ബ്രാൻഡിന്റെ അണ്ടറിലാണ് ശരിക്കും ക്രെറ്റ EV വന്നത്. അതും ഇന്ത്യയിലെ ഏറ്റവും വിൽപ്പനയുള്ള ഹ്യൂണ്ടായുടെ ഒരു വാഹനം തന്നെ ആ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ഹ്യൂണ്ടായി തെരഞ്ഞെടുത്തു. അതും ഇതിൻ്റെ ഒരു പോസിറ്റീവാണ്. ക്രെറ്റ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡ് ശരിക്കും നമ്മൾ പറയാറുണ്ട്, സ്വിഫ്റ്റ് ഒരു ബ്രാൻഡാണ്. സ്വിഫ്റ്റ് ശരിക്കും മാരുതിയുടെ കാർ എന്ന് പറഞ്ഞാലും സ്വിഫ്റ്റ് ഒരു ബ്രാൻഡാണ്. അതുപോലെ തന്നെ ക്രെറ്റ ശരിക്കും ഒരു ബ്രാൻഡ് തന്നെയാണ്. ഇപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇറങ്ങുന്ന ഒരു വാഹനമാണ്. അത് ഇതിൻ്റെ രണ്ടാമത്തെ ഒരു പോസിറ്റീവാണ്. മൂന്നാമത്തെ പോസിറ്റീവ്, സെഗ്മെന്റിൽ അത്യാവശ്യം റേഞ്ച് തരുന്ന ഒരു വാഹനമാണ് ക്രെറ്റ. ക്രെറ്റയുടെ ഇപ്പോൾ റീസെന്റ് ഒരു അപ്ഡേറ്റ് ഒക്കെ വന്ന പ്രകാരം 510 റിയൽ ലൈഫ് കമ്പനി ക്ലെയിം ചെയ്യുന്നത്. റിയൽ ലൈഫിൽ ഒരു 400-410 ഡെയിലി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ഇപ്പോൾ ലോങ് ഒക്കെ പോവാണ്, ഹൈവേ ഒക്കെ പോവുകയാണെങ്കിൽ അതിനനുസരിച്ച് ഡ്രോപ്പ് നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ ഇപ്പോൾ മാരുതി പോലെ തന്നെ വൈഡ് നെറ്റ്വർക്ക് സർവീസ് കാര്യങ്ങൾ ഹ്യൂണ്ടായിക്കുള്ളത് കൊണ്ട് എവിടെ നിന്ന് വേണമെങ്കിലും വാഹനം ചാർജ് ചെയ്യാനാണെങ്കിലും അങ്ങനെ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് യൂസ്ഫുൾ ആണ്. അതും ഒരു പോസിറ്റീവായിട്ട് പറയാം. പിന്നെ നാലാമത്തെ പോസിറ്റീവ് നമ്മൾ പറഞ്ഞാണ് ആഫ്റ്റർ സെയിൽ സർവീസ് ആണ്. അതും ഹ്യൂണ്ടായുടെ വാഹനങ്ങളിൽ ബെസ്റ്റ് ആണ്. ഇനി നെഗറ്റീവ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ക്രെറ്റ പരാജയപ്പെടാൻ അല്ലെങ്കിൽ കുറവിറങ്ങാനായിട്ടുള്ള, ക്രെറ്റ EVയുടെ കാര്യമാണ് പറയുന്നത്, ക്രെറ്റ EV ഏറ്റവും കുറവിറങ്ങാനായിട്ടുള്ള ഒരു റീസൺ അതിൻ്റെ പ്രൈസിങ് തന്നെയാണ്. സെഗ്മെന്റിൽ ഏറ്റവും കൂടുതൽ പ്രൈസ് ഉള്ള ഒരു വാഹനം അല്ലെങ്കിൽ ഏറ്റവും വില കൂടിയ ഒരു വാഹനം ക്രെറ്റ EV ആണ്. ആ ക്രെറ്റ EVയുടെ ടോപ്പ് എൻഡിൻ്റെ പ്രൈസിനൊക്കെ മഹീന്ദ്രയുടെ XEV9 ഒക്കെ കിട്ടുമെന്ന് പല വീഡിയോസിലും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് പ്രൈസ് 1 ലക്ഷം രൂപ വരെ ഒരു ഓഫർ കൊടുത്തിരുന്നു, പക്ഷേ ഇപ്പോൾ ബാക്ക് ടു നോർമൽ പ്രൈസിലേക്ക് പോയിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ ഒരു നെഗറ്റീവ് എന്ന് പറയാവുന്നത്, ഇത് ഒരു EV പ്ലാറ്റ്ഫോം ആയിരുന്നില്ല ക്രെറ്റയുടെ നോർമൽ ക്രെറ്റ വാഹനത്തിലേക്ക് നമ്മുടെ EV ബാറ്ററികൾ ഇൻസേർട്ട് ചെയ്യുകയാണ് ചെയ്തിരുന്നത്. അതുകൊണ്ട് ബാക്ക് സീറ്റിൽ വാഹനത്തിന് സ്പേസ് കുറവാണ്. അതും അതിൻ്റെ ഒരു നെഗറ്റീവാണ്.
പിന്നെ മൂന്നാമത്തെ ഒരു നെഗറ്റീവായിട്ട് പറയാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇത്രയും ക്രെറ്റ ഓൺ റോഡ് ഇറങ്ങുന്നുണ്ട്, പെട്രോൾ, ഡീസൽ, EV ഒക്കെ ആയിട്ട്. പക്ഷേ ഈ വാഹനങ്ങൾ നമ്മൾ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. ചെറിയൊരു കളറിലുള്ള മാറ്റവും നമ്പർ പ്ലേറ്റിലുള്ള മാറ്റവും അല്ലാണ്ട് ലോങ്ങിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ക്രെറ്റയും ഒരേപോലെയാണ് ഇരിക്കുന്നത്. അതും ഇതിൻ്റെ ഒരു നെഗറ്റീവായിട്ട് വേണമെങ്കിൽ നമ്മൾക്ക് പറയാം. അപ്പോൾ ക്രെറ്റയുടെ പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പ്രീമിയം വാഹനമാണ് എന്നുള്ളത് മാത്രമാണ്. പിന്നെ ഹ്യുണ്ടായുടെ ഒരു ബ്രാൻഡ് വാല്യൂ അതിനകത്തുണ്ട് എന്നുള്ളതും. ബാക്കി എല്ലാം ക്രെറ്റയുടെ കാര്യത്തിൽ നെഗറ്റീവ്സ് ആയിട്ടാണ് വരുന്നത്. ഇനി നാലാമത്തെ വാഹനം എന്ന് പറയുന്നത് ശരിക്കും നമ്മളുടെ കർവ് EV ആണ്. കർവ് EV ശരിക്കും അതിൻ്റെ പോസിറ്റീവ്സ് നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ പോസിറ്റീവ് അതിൻ്റെ റേഞ്ച് തന്നെയാണ്. കമ്പനി 502 കിലോമീറ്റർ ഒക്കെ പറയുന്നുണ്ട് മറ്റേ ARI സർട്ടിഫൈഡ് ആയിട്ട്. റിയൽ ലൈഫിൽ 440 പല ഓൺലൈൻ മീഡിയാസിലും കാണുന്നുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് കിട്ടുന്നത് 380-നും 400-നും ഇടയ്ക്കൊക്കെ തന്നെയാണ് ക്രെറ്റ EVയുടെ റേഞ്ച്. അതും 55 കിലോവാട്ട് ബാറ്ററി പാക്കുള്ള വാഹനത്തിനാണ്. രണ്ടാമത്തെ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കർവ് EVക്ക് ഓഫർ അവൈലബിൾ ആണ്. ഈ 55 കിലോവാട്ട് ബാറ്ററി പാക്കുള്ള ഒരു സെക്കൻഡ് വേരിയന്റ്, അക്കംപ്ലിഷ്ഡ് വേരിയന്റ് ഒക്കെ ഏകദേശം ഒരു 18.5 ലക്ഷം രൂപയ്ക്ക് 3 ലക്ഷം രൂപ വരെ കുറവ് കൊടുത്തിട്ടുണ്ട്. അത് റീസെന്റ് അപ്ഡേറ്റ് ചെയ്ത് വന്ന കർവിനും ആ ഓഫർ കൊടുത്തിട്ടുണ്ട്. ആ ഒരു വാഹനം ആ ഒരു പ്രൈസിന് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും. പിന്നെ സെഗ്മെന്റിലെ ഒരു സേഫസ്റ്റ് കാർന്ന് നമുക്ക് കർവ് EVനെ വിളിക്കാം. കാരണം ഗ്ലോബൽ എൻക്യാപ്പിലൊക്കെ 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയ ഒരു വാഹനമാണ് കർവ് EV. അതിപ്പോൾ സെഗ്മെന്റിൽ കറക്റ്റ് ആണെങ്കിലും നമുക്കൊരു 3 സ്റ്റാർ റേറ്റിംഗ് ഒക്കെ കിട്ടിയുള്ളൂ. വിൻസർ EVയുടെ സേഫ്റ്റി റേറ്റിംഗ്സും കറക്റ്റായിട്ട് വന്നിട്ടില്ല. ഏറ്റവും കൂടുതൽ സേഫസ്റ്റ് ആയിട്ടുള്ള 2 വാഹനങ്ങൾ ഒന്ന് നമ്മളുടെ കർവ് EVയും പിന്നെ നമ്മളുടെ ഈ വിറ്റാരയുമാണ്. അതൊരു പോസിറ്റീവാണ്. പിന്നെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ നമുക്കൊരു 12 ഇഞ്ചിന്റെ വലിയ ഇൻഫർടൈൻമെന്റ് സ്ക്രീന്, അത്യാവശ്യം സെഗ്മെന്റിൽ വേണ്ട വെന്റിലേറ്റഡ് സീറ്റ്സ്, പനോറമിക് സൺറൂഫ് പോലുള്ള ഫീച്ചേഴ്സ്. അപ്പോൾ ഒരു ഫീച്ചറിസ്റ്റിക് കാർന്ന് നമുക്ക്, അല്ലെങ്കിൽ ഫീച്ചർ ലോഡഡ് കാർന്ന് നമുക്ക് കർവ് EVനെ വിളിക്കാം. അതും കർവ് EVയുടെ ഒരു പോസിറ്റീവാണ്. ഇനി നെഗറ്റീവ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒന്നാമത്തെ നെഗറ്റീവ് റേഞ്ച് ആങ്സൈറ്റിയാണ്. അതായത് ടാറ്റ വാഹനങ്ങൾക്കൊന്നും കമ്പനി പറയുന്നതോ റിയൽ ലൈഫിൽ കമ്പനി പറയുന്ന റേഞ്ചോ ഒന്നും ലഭിക്കുന്നില്ല. പലർക്കും 20% അല്ലെങ്കിൽ 10% താഴെ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ഡ്രെയിൻ ആവുന്ന ഇഷ്യൂസ്, അങ്ങനെ റേഞ്ച് ആങ്സൈറ്റി ഏറ്റവും കൂടുതൽ ഒരാൾക്ക് ഉണ്ടാവേണ്ട ഒരു വാഹനം ശരിക്കും ടാറ്റയുടെ വാഹനങ്ങൾ, എസ്പെഷ്യലി കർവാണ്. പിന്നെ ടാറ്റയുടെ വാഹനങ്ങളിൽ പൊതുവേ നമ്മൾ കണ്ടുവരുന്ന സർവീസ് ഇഷ്യൂസ് അല്ലെങ്കിൽ മെയിൻ്റനൻസ് ഇഷ്യൂസ്. ഒരു നല്ല വാഹനം ഉണ്ടാക്കാൻ ടാറ്റയ്ക്ക് അറിയാം, പക്ഷെ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ സർവീസ് സെൻ്ററിലുള്ള ആളുകളില്ല എന്നുള്ളൊരു കംപ്ലൈൻറ്റും എല്ലാ സ്ഥലത്തുനിന്നും നമുക്ക് കേൾക്കാം. അപ്പോൾ റീസെൻ്റ്ലി തന്നെ തിരുവനന്തപുരം ഭാഗത്തൊരു ഇഷ്യൂ വന്നിട്ടുണ്ട്. ഒരു പുതിയ ഹൈയർ EV മൊത്തം പൊളിച്ചിട്ടിരിക്കുന്നു. കസ്റ്റമർക്ക് ഡെലിവറി പോലും കൊടുക്കാത്തൊരു വാഹനം അത്രയും കംപ്ലൈൻ്റ് ആണെങ്കിൽ പിന്നീട് എന്താകും എന്നുള്ളൊരു കുറേ ചോദ്യങ്ങളൊക്കെ. അപ്പോൾ ആ ഒരു സർവീസ് അല്ലെങ്കിൽ ട്രസ്റ്റ് ഇഷ്യൂ ശരിക്കും ടാറ്റയുടെ വാഹനങ്ങൾക്ക് വരുന്നുണ്ട്. പിന്നെ വന്ന പ്രൈസാണ്. ഇപ്പോൾ വില കുറഞ്ഞ സമയത്താണ് ഈ 18.5 ലക്ഷം രൂപയ്ക്ക് അക്കംപ്ലിഷ്ഡ് പ്ലസ് വേരിയന്റ് നമുക്ക് ലഭിക്കുക. അല്ലെങ്കിൽ സെഗ്മെന്റിൽ ഒരു പ്രൈസിയസ്റ്റ് കാറുമായിരുന്നു നമ്മളുടെ കർവ് EV. അപ്പോൾ ഇത്രയും വാഹനങ്ങളാണ് നമ്മുടെ സെഗ്മെന്റിലുള്ളത്. അത് ഈ വിറ്റാര, വിൻസർ EV, ക്രെറ്റ EV, നമ്മളുടെ കർവ് EV. ഈ സെഗ്മെന്റിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ലെങ്കിലും പക്ഷെ ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാവുന്ന ഒരു വാഹനമാണ് ഈ സെഗ്മെന്റിലെ നമ്മളുടെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഇറങ്ങുന്ന നെക്സോൺ EV. കാരണം നെക്സോൺ EVയുടെ ഒരു മിഡ് വേരിയന്റ് അല്ലെങ്കിൽ ടോപ്പ് എൻഡ് വേരിയന്റിന്റെ ഒക്കെ പ്രൈസിന് നിങ്ങൾക്ക് ഈ വിറ്റാരയുടെ ബേസ് വേരിയന്റ് അല്ലെങ്കിൽ സെക്കൻഡ് വേരിയന്റ് ലഭിക്കും. അതിൽ കൂടുതൽ, അതായത് ഇപ്പോൾ ഒരു കർവ് EVയുടെ 45 കിലോവാട്ട് ബാറ്ററി പാക്കിൽ നമുക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ നെക്സോൺ EVയുടെ 45-ൽ നമുക്ക് കിട്ടുന്നത് നിയർ ബൈ 300-നും 320 കിലോമീറ്റർ റേഞ്ചിൻ്റെ ഇടയ്ക്കാണ്. ഈ വാഹനം ഇതിൻ്റെ ബേസ് വേരിയൻ്റായ ഡെൽറ്റ വേരിയൻ്റ് എടുത്താൽ കൂടി നിങ്ങൾക്ക് അതിൽ കൂടുതൽ മിനിമം ഒരു 350-380 കിലോമീറ്റർ വരെ ഈസിലി കവർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ വേണമെങ്കിൽ നെക്സോൺ EV നമുക്ക് ഈ സെഗ്മെന്റിലേക്ക് ഉൾപ്പെടുത്താം. ഒള്ളി പ്രൈസിൻ്റെ കാര്യത്തിൽ ഫീച്ചേഴ്സോ മറ്റു കാര്യങ്ങളോ ഉള്ള കാര്യം, നെക്സോൺ ഒരു അണ്ടർ സബ് 4 മീറ്റർ വാഹനമാണ്. ഇത് അതിലും വലിപ്പമുള്ള, ഈ സെഗ്മെന്റിൽ തന്നെ അതിലും വലിപ്പമുള്ള വലിയ വാഹനങ്ങളുടെയാണ്. ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ വാഹനങ്ങളുടെ പ്രൈസ് കമ്പാരിസൺ ആണ്. പ്രൈസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ വിറ്റാരയിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. സെഗ്മെന്റിനെ ഞെട്ടിച്ചുകൊണ്ടാണ് ശരിക്കും മാരുതി പ്രൈസ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. ഷോക്കിംഗ് പ്രൈസ് തന്നെ പറയേണ്ടി വരും. കാരണം ഡെൽറ്റ 49 കിലോവാട്ട് ബാറ്ററി പാക്കുള്ള വാഹനം വെറും 18,27,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഓൺ റോഡ് ഇറക്കാനായി കിട്ടും. അതിനകത്ത് നിങ്ങൾക്ക് 1 ഇയറിന്റെ ഫ്രീ ചാർജിങ് വരുന്നുണ്ട്, വീട്ടിലേക്ക് ഒരു ചാർജിങ് ഫ്രീ ഇൻസ്റ്റാളേഷൻ വരുന്നുണ്ട്. പിന്നെ ഈ പറയുന്ന പ്രൈസ് എല്ലാം കഴിഞ്ഞിട്ടുള്ള ഓൺ റോഡ് പ്രൈസാണ്, ഇൻക്ലൂഡിങ് എക്സ്റ്റൻഡഡ് വാറണ്ടി. അതായത് 18,27,000 രൂപയ്ക്ക് ഫീച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഡെൽറ്റ വേരിയന്റ് ആണെങ്കിലും ഒരുവിധ എല്ലാ ഫീച്ചേഴ്സും മാരുതി കൊടുത്തിട്ടുണ്ട്. 1-2 ഫീച്ചേഴ്സിന്റെ മിസ്സിങ് മാത്രമേ വരുന്നുള്ളൂ. ആ വാഹനം നിങ്ങൾക്ക് 18,27,000 രൂപയ്ക്ക് 350 കിലോമീറ്റർ ഒക്കെ റിയൽ ലൈഫിൽ എന്തായാലും ഓടിക്കാൻ പറ്റുന്ന വാഹനം സ്വന്തമാക്കാം. അത് ഡെൽറ്റ വേരിയന്റിന്റെ പ്രൈസാണ്. ഇനി
സെക്കൻഡ് വേരിയന്റ് G10ലേക്ക് പോയി കഴിഞ്ഞാൽ 61 കിലോ വാട്ടാണ് ബാറ്ററി പാക്ക് വരുന്നത്. 19,96,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ്. റിയൽ ലൈഫിൽ ഒരു 440 തൊട്ട് 480 കിലോമീറ്റർ വരെയൊക്കെ എന്തായാലും ഓടാൻ പറ്റുന്ന ഒരു വാഹനമായിരിക്കും. ഇനി ടോപ്പ് എൻഡ് ആയിട്ടുള്ള ആൽഫയിലേക്ക് പോയി കഴിഞ്ഞാൽ 22,55,000 രൂപയ്ക്ക് ടോപ്പ് എൻഡ് ആൽഫ വേരിയന്റ് നിങ്ങൾക്ക് ഇറക്കാനായിട്ട് പറ്റും. അത് സെഗ്മെന്റിലെ മറ്റ് വാഹനങ്ങളിൽ വരുന്ന ഒരു എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡിങ് അഡാസ് വരുന്ന ഒരു വാഹനം നിങ്ങൾക്ക് 22,55,000 രൂപയ്ക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. അതാണ് വിൻസർ ഇവിയുടെ പ്രൈസിലേക്ക് വന്നാൽ, വിൻസർ ഇവി നമുക്ക് 3 വേരിയന്റിലാണ് കൊടുത്തിരിക്കുന്നത്. എക്സൈറ്റ്, എക്സ്ക്ലൂസീവ്, എസെൻസ്. ഇതിനകത്ത് എക്സ്ക്ലൂസീവിലും എസെൻസിലും നമുക്ക് പ്രോ എന്നും പറഞ്ഞ് കൂടുതൽ റേഞ്ച് ഉള്ള അല്ലെങ്കിൽ 51 കിലോ വാട്ട് ബാറ്ററി പാക്ക് ഉള്ള വേരിയന്റുകളും അവൈലബിൾ ആണ്. ഇപ്പൊ എക്സൈറ്റ് എന്ന് പറഞ്ഞ ബേസ് വേരിയന്റ് നമുക്ക് 15,70,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. പക്ഷേ ആ വാഹനം നിങ്ങൾക്ക് റിയൽ ലൈഫിൽ 280 കിലോമീറ്റർ ഒക്കെയാണ് മാക്സിമം ഓടിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഈ സെഗ്മെന്റിലേ വരുന്ന ഒരു വാഹനമായിട്ട് നമുക്ക് കൂട്ടാനായിട്ട് പറ്റില്ല. പിന്നെ അടുത്ത വാഹനം എക്സ്ക്ലൂസീവ് ആണ്. ആ വാഹനത്തിന്റെ റേഞ്ച് കുറവുള്ള, അതായത് 250 കിലോമീറ്റർ ഓടുന്ന വാഹനത്തിൽ 17,70,000 രൂപയും അതിന്റെ എക്സ്ക്ലൂസീവ് പ്രോയ്ക്ക് 19,70,000 രൂപയാണ് പ്രൈസ് വരുന്നത്. ഈ എക്സ്ക്ലൂസീവ് പ്രോ വേരിയന്റ് ആണ് നമുക്ക് 350 കിലോമീറ്റർ ഓടാനായിട്ട് പറ്റുള്ളൂ. ആ പ്രൈസിന്, അതായത് ഈ 19,70,000 രൂപ പ്രൈസിന് നിങ്ങൾക്ക് ഈ വിറ്റാരയുടെ 450 കിലോമീറ്റർ ഓടാൻ പറ്റുന്ന സീറ്റ വേരിയന്റ് കിട്ടും. അവിടെയാണ് പ്രൈസിന്റെ ഡിഫറൻസ് വരുന്നത്. പിന്നെ എസെൻസിലേക്ക് പോയി കഴിഞ്ഞാൽ 18,86,000 രൂപ അതിന്റെ നോർമൽ വേരിയന്റിനും പ്രോ വേരിയന്റിലേക്ക് പോയി കഴിഞ്ഞാൽ 21 ലക്ഷം രൂപയാണ് പ്രൈസ് വരുന്നത്. അതായത് ഫുൾ ഫീച്ചറിസ്റ്റിക് ആയിട്ടുള്ള അഡാസ് പോലെയുള്ള ഫീച്ചേഴ്സ് വരുന്ന ഒരു വിൻസർ ഇവിയുടെ ടോപ്പ് വേരിയന്റ് വാങ്ങണമെങ്കിൽ 21 ലക്ഷം രൂപയെങ്കിലും നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോഴും അതിന് നിങ്ങൾക്ക് കിട്ടുന്ന റേഞ്ച് 350 കിലോമീറ്റർ മാത്രമായിരിക്കും. ക്രെറ്റയുടെ പ്രൈസിലേക്ക് വന്നു കഴിഞ്ഞാൽ ക്രെറ്റയുടെ പ്രൈസേ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓവർ പ്രൈസ്ഡ് ആയിട്ടാണ്. കാര്യം ബേസ് വേരിയന്റ് ആയ എക്സിക്യൂട്ടീവ് വേരിയന്റിന് 20,48,000 രൂപ കൊടുക്കണം. അതായത് ആ വാഹനം നിങ്ങൾക്ക് 390 ആണ് കമ്പനി പറയുന്ന റേഞ്ച്, ഒരു 290 ഒക്കെയാണ് റിയൽ ലൈഫിൽ ഓടിക്കാൻ പറ്റുള്ളൂ. അവിടെ തന്നെ ആ വാഹനത്തിന്റെ പ്രൈസ് കൂടുതലാണ്. അതായത് ബേസ് വേരിയന്റിന് തന്നെ ഈ വിറ്റാരയുടെ മിഡ് വേരിയന്റ് 61 കിലോ വാട്ട് ബാറ്ററി പാക്ക് ഉള്ള വാഹനത്തിന്റെ പ്രൈസ് നമ്മൾ കൊടുക്കണം. പിന്നെ ക്രെറ്റയുടെ ഒരു മെയിൻ ഡിസഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ്സിൽ ഞാൻ പറയാൻ മിസ് ചെയ്തൊരു കാര്യമാണ് അതിന്റെ വേരിയന്റുകൾ. ഇപ്പോൾ ഈ വിറ്റാരയിലും കർവിലാണെങ്കിലും നമ്മളുടെ വിൻസറിലാണെങ്കിലും 3-4 വേരിയന്റുകളെ കൊടുത്തിട്ടുള്ളൂ. അധികം കൺഫ്യൂഷൻസ് ഒന്നുമില്ല. പക്ഷേ 25 വേരിയന്റ് എങ്ങാണ്ടുണ്ട് ക്രെറ്റ ഇവിയിൽ. അത് ചൂസ് ചെയ്യാനും പാടാണ്. ഡ്യുവൽ ടോൺ, അത് ഇത് ഡാർക്ക് എന്നൊക്കെ പറഞ്ഞ് കുറേ വേരിയന്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇനി സെക്കൻഡ് വേരിയന്റ് ആയ ലോങ് റേഞ്ച് വാഹനം, അതായത് സ്മാർട്ട് ഓപ്ഷൻ എന്ന് പറഞ്ഞപ്പോൾ ലോങ് റേഞ്ച് അവൈലബിൾ ആണ്. ആ വാഹനത്തിന് പ്രൈസ് 24,80,000 രൂപയാണ്. അതായത് ഒരു ലോങ് റേഞ്ച് ഉള്ള വാഹനം നിങ്ങൾ ക്രെറ്റ ഇവിയുടെ ബേസിക് ഫീച്ചേഴ്സ് ഉള്ള ഒരു വാഹനം വാങ്ങണമെങ്കിൽ നിങ്ങൾ 25 ലക്ഷം രൂപയുടെ അടുത്ത് സ്പെൻഡ് ചെയ്യണം. പക്ക ഓവർ പ്രൈസ്ഡ് ആണ്. ടോപ്പ് എൻഡിലേക്ക് പോയി കഴിഞ്ഞാൽ 27 ലക്ഷം രൂപയാണ് എക്സലൻസ്. അപ്പോൾ ക്രെറ്റ ഇവിയുടെ പ്രൈസ് പറയാനാണെങ്കിൽ 25 വേരിയന്റിന്റെ പ്രൈസ് പറയുമ്പോഴത്തേക്ക് ഈ വീഡിയോ നമുക്ക് തികയാണ്ട് വരും. അതുകൊണ്ടാണ് ഈ 3 വേരിയന്റുകളുടെ പ്രൈസ് ഉൾപ്പെടുത്തിയത്. അതായത് ബേസ് വേരിയന്റിന് 20,48,000 രൂപയും സ്മാർട്ട് വേരിയന്റിന്, അതായത് ലോങ് റേഞ്ച് ഉള്ള ബേസ് വേരിയന്റിന് 24,85,000 രൂപയും ടോപ്പ് എൻഡിന് വരുന്ന 27 ലക്ഷം രൂപയും. നമ്മളുടെ വിൻസർ ഇവിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 2 ലക്ഷം രൂപയുടെ അടുത്ത് പ്രൈസ് ഡിഫറൻസും നമ്മളുടെ ഈ വിറ്റാരയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 3 ലക്ഷം രൂപ കൂടുതൽ പ്രൈസ് ഡിഫറൻസുമാണ് ആ വാഹനത്തിന് വരുന്നത്. ഇനി നാലാമത്തെ വാഹനം നമ്മുടെ കർവ് ഇവിയാണ്. കർവ് ഇവിയുടെ ക്രിയേറ്റീവ് 45 എന്ന് പറഞ്ഞാണ് അതിന്റെ ബേസ് വേരിയന്റ് വരുന്നത്. 16,05,000 രൂപയാണ് അതിന്റെ ഓൺ റോഡ് പ്രൈസ്. ഇപ്പോൾ എന്തോ പ്രൈസ് ഡിഫറൻസ് ഒക്കെ വന്നിട്ടുണ്ട്. പിന്നെ അക്കംപ്ലിഷ്ഡ് വേരിയന്റ് ആണ്. അക്കംപ്ലിഷ്ഡ് വേരിയന്റിലാണ് നമുക്ക് ലോങ് റേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന്റെ നോർമൽ റേഞ്ച് ഉള്ളത്, അതായത് 45 കിലോ വാട്ടുള്ള വാഹനത്തിന് 17,05,000 രൂപയും 55 കിലോ വാട്ടിന് ഓഫറുകൾക്ക് ശേഷം ഇപ്പോൾ 18 ലക്ഷം രൂപയ്ക്ക് ലഭിക്കുന്നുണ്ട്. അതിനു മുമ്പ് 21.5 ലക്ഷം രൂപയും കണ്ടായിരുന്നു പ്രൈസ്. ഇപ്പൊ 3 ലക്ഷം രൂപ ഓഫർ കൊടുക്കുന്നത് കൊണ്ട് 18 ലക്ഷം രൂപയ്ക്ക് ലഭിക്കുന്നുണ്ട്. അത് ഏകദേശം ഒരു 380-400 കിലോമീറ്റർ ഒക്കെ റിയൽ ലൈഫിൽ നമുക്ക് ഓടാനായിട്ട് പറ്റും. പിന്നെ ടോപ്പ് എൻഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഓഫറുകൾക്ക് ശേഷം ഇപ്പോൾ 22 ലക്ഷം രൂപയാണ് പറയുന്നത്. 25 ലക്ഷമൊക്കെ ആയിരുന്നു പ്രൈസ്. ഇപ്പോൾ ഓഫറുകളെല്ലാം കഴിഞ്ഞ് 22 ലക്ഷത്തിനൊക്കെ ഓവറേജ് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോഴും പ്രൈസ് നോക്കുമ്പോഴും നമ്മളുടെ ഈ വിറ്റാര തന്നെയാണ് ഏറ്റവും ബെസ്റ്റായിട്ട് നമുക്ക് പ്രൈസിന്റെ കാര്യത്തിൽ ഫീൽ ചെയ്യുക. വീഡിയോയുടെ കൺക്ലൂഷനിലേക്ക് വരാം. ഈ വിറ്റാര വാസസ് വിൻസർ ഇവി വാസസ് ക്രെറ്റ ഇവി വാസസ് കർവ് ഇവി വാസസ് നെക്സോൺ ഇവി, ഇതിൽ ഏതാണ് ചൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ 100% നിങ്ങൾക്ക് ഇപ്പോൾ കൺസിഡർ ചെയ്യേണ്ട വാഹനം നമ്മുടെ പുതിയ ഈ വിറ്റാര തന്നെയാണ്. കാരണം ഒന്നാമത്തെ റീസൺ, ഇത് വന്നിരിക്കുന്നത് മാരുതി എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ അണ്ടറിലാണ്. അത് ഒന്നാമത്തെ റീസൺ. 2, ഇതൊരു ഗ്ലോബൽ പ്രോഡക്റ്റ് ആണ്.
കാര്യം മാരുതി ഇന്ത്യക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയൊരു വാഹനമല്ല, ഇന്റർനാഷണലി ടെസ്റ്റ് ചെയ്ത് അവിടെയൊക്കെ ഡെലിവറി ചെയ്ത് ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനം ആണ് ഇപ്പോൾ ഇന്ത്യയിൽ കൊടുത്തിരിക്കുന്നത്. മൂന്നാമത്തെ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ സെഗ്മെന്റിൽ ഏറ്റവും കൂടുതൽ റേഞ്ച് നൽകുന്ന ഒരു വാഹനം നമ്മുടെ ഈ വിറ്റാരയാണ്. അതുപോലെ തന്നെ ബെസ്റ്റ് പ്രൈസിംഗും തന്നിരിക്കുന്ന ഒരു വാഹനവും നമ്മളുടെ ഈ വിറ്റാര തന്നെയാണ്. അപ്പോൾ സെഗ്മെന്റിലെ മറ്റേത് വാഹനം നോക്കുന്ന ഒരാളാണെങ്കിലും നിങ്ങൾ ഈ വിറ്റാരയും കൂടി ഒന്ന് കൺസിഡർ ചെയ്യുക. വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ കൺസേൺ ആയിട്ട് പറയാവുന്ന കാര്യം, ഇതിൽ പുതിയ വാഹനമല്ലേ എന്നുള്ളതാണ്. പക്ഷേ അവിടെയും നമുക്ക് പിൻബലമുള്ളത് മാരുതി എന്ന് പറയുന്ന ബ്രാൻഡാണ്. അതിൻ്റെ കൂടെ അഡീഷണലി പറയാവുന്നതാണ്, ഒരു കൊല്ലത്തേക്ക് നിങ്ങൾക്ക് ഫ്രീ ചാർജിങ് ആണ്. ഏകദേശം ഒരു ദിവസം 100 കിലോമീറ്റർ ഓട്ടോ ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ ഒരു കൊല്ലം ഏകദേശം 30,000 തൊട്ട് 40,000 കിലോമീറ്റർ വരെ ഓടും. അങ്ങനെ ഓടുന്ന ഒരാൾക്ക് ഇന്ത്യ മൊത്തം എവിടെ പോയി കഴിഞ്ഞാൽ ഈ വാഹനം ഫ്രീ ആയിട്ട് മാരുതി ഷോറൂമുകൾ ചാർജ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് നിങ്ങൾക്ക് മിനിമം 1,00,000 രൂപയെങ്കിലും സേവ് ചെയ്യാനായിട്ട് പറ്റും. കിലോമീറ്ററിന് 3 രൂപ കണക്കാക്കിയാൽ പോലും 1,00,000 രൂപ കൂടുതൽ നിങ്ങൾക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഈ വിറ്റാർ റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ഇൻഫർമേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം, നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. വാഹനത്തിന്റെ അപ്ഡേറ്റിനാണെങ്കിലും പുതിയ വാഹനം ബുക്ക് ചെയ്യാനാണെങ്കിലും ഈ വിറ്റാർ എന്നല്ല മാരുതിയുടെ ഏത് വാഹനം ബുക്ക് ചെയ്യാനാണെങ്കിലും നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.